പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ WWE ഹോൾ ഓഫ് ഫെയിമറായ മാർക്ക് ഹെൻറിയുടെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മാർക്ക് ഹെൻറി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ AEWൻ്റെ ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസറും AEWയിൽ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവറും ഒക്കെ ആയിട്ട് അവിടെ ഒരു കോച്ചൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ WWEയിലേക്ക് ഒരു തിരിച്ചറിവിൻ്റെ താല്പര്യം കൂടി അറിയിച്ചിരുന്നു. അതിന് പ്രകാരം മാർക്ക് ഹെൻറി ഇപ്പോൾ WWE തിരികെ വന്നിരിക്കുന്നു. WWEയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഒന്നും സൈൻ ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മാർക്ക് ഹെൻറിയുടെ മകൻ WWEയുടെ പെർഫോമൻസ് സെൻറ്ററിലെ ട്രൈ ഔട്ടുകളിൽ, അതായത് WWE സൂപ്പർ സ്റ്റാറായി സെലക്ട് ചെയ്യപ്പെടുന്നതിന് മുൻപുള്ള ട്രൈ ഔട്ടുകളിൽ പങ്കെടുത്തിരുന്നു. അതിൽ മകനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മകനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് മാർക്ക് ഹെൻറി ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്തത്. എന്തായാലും മാർക്ക് ഹെൻറിയുടെ തിരിച്ചുവരവ് WWE ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിൽ AEW ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ഒരു ലെജൻഡ്, ഒരു ഹോൾ ഓഫ് ഫെയിമറിനെ അവരുടെ കൂടാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റായി പങ്കുവെക്കാനുള്ളത് റാൻഡി ഓർട്ടനെ സംബന്ധിച്ചാണ്. റാൻഡി ഓർട്ടൻ്റെ ഒരു കിടിലൻ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് റാൻഡി ഓർട്ടൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചാണ്. റാൻഡി ഓർട്ടനെ WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റ് 5 വർഷത്തേക്കും കൂടി പുതുക്കിയിരിക്കുന്നു. താൻ എങ്ങോട്ടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം റാൻഡി ഓർട്ടൻ കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് റാൻഡി പങ്കുവെക്കുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടൻ ഇനിയും 5 വർഷം ഫുൾ ടൈം റെസ്ലിംഗ് കരിയറോട് കൂടി WWEയിൽ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് റോമൻ റീൻസ്, ജേക്കബ് ഫാറ്റു തുടങ്ങിയവരെ സംബന്ധിച്ചാണ്. ജേക്കബ് ഫാറ്റു നിലവിൽ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത് സമ്മർ സ്ലാമിലാണ്. സമ്മർ സ്ലാമിൽ ഒരു ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ കയറി കമൻറ്റേഴ്സ് ടേബിളിലേക്ക് കോടിക്കെതിരെ ഒരു സ്പ്ലാഷ് ചെയ്യുന്ന ഒരു സമയത്താണ് കാലിൻ്റെ ആംഗിളിന് ഇഞ്ചുറി പറ്റിയതായിട്ട് അവർ കാണിച്ചത്. യഥാർത്ഥത്തിൽ ജേക്കബ് ഫാറ്റുവിൻ്റെ ഈ ഒരു ഇഞ്ചുറി കാണിച്ചത് അദ്ദേഹവും റോമൻ റീൻസും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉടനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇഞ്ചുറി മൂലം ജേക്കബ് ഫാറ്റുവിനെ മാറ്റി നിർത്തുക, റോമൻ റീൻസ് വന്ന് ഇപ്പോഴത്തെ ബ്ലഡിനെ ആക്രമിക്കുന്ന ഭാഗങ്ങൾ നടത്തുക, അവിടെ ജേക്കബ് ഫാറ്റുവിനെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറി കൊടുത്തത്. അപ്പോൾ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ജേക്കബ് ഫാറ്റു ഓഗസ്റ്റ് അവസാന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് അതിൽ അപ്പിയർ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ മാസത്തെ ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ്. കൂടാതെ റോമൻ റീൻസ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഈ ഒരു ഇൻട്രാക്ഷൻ, അവർ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി, അത് റോമൻ വേഴ്സസ് സോളോ തമ്മിലുള്ള സ്റ്റോറിയേക്കാൾ ഒരു വലിയ സ്റ്റോറി ആയിട്ടാണ് WWE കാണുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് റോമൻ റീൻസിനെ സംബന്ധിച്ച് സോളോ സിക്കോവയേക്കാൾ വലിയൊരു എതിരാളിയായിട്ട് അത് ജേക്കബ് ഫാറ്റു ഉണ്ടെന്നുള്ളതും ആ സ്റ്റോറി ലൈന് വലിയൊരു പ്രാധാന്യം കൊടുക്കുമെന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള സ്റ്റോറി ആയിരിക്കും ഈ സോളോ സിക്കോവയുമായിട്ടുള്ള സ്റ്റോറി കഴിഞ്ഞാൽ റോമൻ്റേതായി നടക്കാൻ പോകുന്നത്. അതൊരു ബിഗ് ലോങ് ടൈം സ്റ്റോറി ആയിരിക്കും. അപ്പോൾ ജേക്കബ് ഫാറ്റു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി ഒരു പവർഫുൾ ക്യാരക്ടർ ആക്കിയിട്ടാണ് അവർ സ്മാക്ഡൗണിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് വരുന്ന സമയത്ത് ജേക്കബ് ഫാറ്റുവിനെ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കും. അതില്ലാതാക്കാനാണ് ജേക്കബ് ഫാറ്റുവിനെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. ജേക്കബ് ഫാറ്റു തിരികെ വന്നാൽ, നിലവിൽ റോമൻ റീൻസ് ഒറ്റയ്ക്ക് ബ്ലഡിനെതിരെ പോരാടുന്നുണ്ടെങ്കിൽ ജേക്കബ് ഫാറ്റു തിരികെ വന്നാൽ ജേക്കബ് ഫാറ്റുവിനെതിരെ റോമൻ ഇങ്ങനെ അടിച്ചു നിൽക്കുമോ എന്നുള്ളത് സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ റോമൻ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ആ ഒരു സ്റ്റോറി നടന്നാൽ റോമൻ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിലും ജേക്കബ് ഫാറ്റുവിന് വലിയൊരു ആധിപത്യം കിട്ടും. അപ്പോൾ റോമൻ വേഴ്സസ് ജേക്കബ് ഫാറ്റു ആ സ്റ്റോറി അത് അതിഗംഭീരമായിരിക്കും. ആ ഒരു സ്റ്റോറി വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.